സ്കൂളുകളിൽ മതപ്രാർത്ഥനകൾ ഒഴിവാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നീക്കം നടത്തുന്നു. അന്യമതങ്ങളുടെ പ്രാർത്ഥനകൾ മറ്റു മതങ്ങളിലെ കുട്ടികളെ നിർബന്ധിച്ച് ചൊല്ലിപ്പിക്കുന്നത് ശരിയല്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു. വേണ്ടത് സർവ്വമത പ്രാർത്ഥനകളാണ്. വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ ഒരുങ്ങുകയാണെന്നും ഈ വിഷയം കേരളം ചർച്ച ചെയ്യണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ന്യൂസ് 18 Q18 മന്ത്രി വി ശിവൻകുട്ടിയുടെ പരാമർശം. പല സ്കൂളുകളിലും അന്ധവിശ്വാസത്തിൽ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഈശ്വര പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ ഈശ്വര പ്രാർത്ഥനകൾ അത് അങ്ങനെ വേണമെന്ന് സംബന്ധിച്ചിടത്തോളം പരിശോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഞാനത് ആദ്യമായിട്ട് പറയുക. കാരണം കുട്ടികളാകുമ്പോൾ ഹിന്ദു ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗം ഉണ്ടാവും. പാടേണ്ട പാട്ടെന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന പാട്ടായിരിക്കും. ഇത് ഏതെങ്കിലും ഒരു മതത്തിന് മാത്രം ഊന്നി നിന്നുകൊണ്ട് നടത്തുന്ന പാട്ട് വേറൊരു മതത്തിൽപ്പെട്ടവരെ കൊണ്ട് നിർബന്ധിച്ച് പാടിപ്പിക്കുന്നത് ശരിയാണോ? ജനഗണമന ഓക്കെ, നമുക്ക് പ്രശ്നമില്ല, നമ്മൾ അംഗീകരിക്കപ്പെട്ടത്. NSSൻ്റെ ഒരു ഗീതമുണ്ട്, അറിയാമല്ലോ, അതൊരു മതേതരത്വ ഗീതമാണ്, അത് അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ ഓരോ സ്കൂളിലും അവർ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്ന പാട്ടുണ്ട്. ക്രിസ്ത്യൻ പാട്ടുണ്ട്. മുസ്ലിം നടത്തുന്ന സ്ഥലത്ത് അത് ആ രൂപത്തിലുള്ള ഒരു സംഗതി ഉണ്ടാവാം. ഹിന്ദുസിൻ്റെ ആകുമ്പോൾ അത് വേറൊരു രൂപത്തിലുണ്ടാവാം. അത് നമുക്ക് പിന്നെ അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു പാട്ടോ ഇഷ്ടമില്ലാത്ത ഒരു ചിന്തയോ അടിച്ചേൽപ്പിക്കാനുള്ള അധികാരം നമുക്ക് ആർക്കുമില്ല. ഇനി സെക്യുലർ ആയിട്ടുള്ളതായിരിക്കണം ഈ പ്രാർത്ഥനകൾ എന്നാണ് ഞാൻ കാണുന്നത്. കേരളത്തിലാകെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വെച്ചാൽ, ഈ കുട്ടികൾക്ക് 1ാം ക്ലാസ് ചേർന്ന കുട്ടി 1ാം ക്ലാസ് മുതൽ പറഞ്ഞ് പഠിച്ച് അവൻ 10ാം ക്ലാസ്സിൽ വരുമ്പോൾ ഇതാണല്ലോ അവൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പോലും നമുക്ക് കുട്ടികളെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. കുട്ടികളുടെ സ്വതന്ത്രമായ ചിന്ത, അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് മുൻതൂക്കം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് 18 Q18 മന്ത്രി വി ശിവൻകുട്ടിയുടെ ഈ തുറന്നു പറച്ചിൽ. വിവരങ്ങളുമായി അപർണ കുറുപ്പ് നമുക്കൊപ്പം ചേരുന്നു. അപർണ, വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് തന്നെ പറയാം. വിദ്യാലയങ്ങളിൽ മതപ്രാർത്ഥനകൾ വേണ്ട, സർവ്വമത പ്രാർത്ഥനയാണ് വിദ്യാലയങ്ങളിൽ വേണ്ടത് എന്ന് പറയുന്നു. ഒരു ചർച്ചയ്ക്ക് മന്ത്രി വഴി തുറക്കുന്നു എന്നത് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ, അതോ ഒരു തീരുമാനം നടപ്പിലാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ തയ്യാറെടുപ്പ് എന്ന നിലയിൽ വേണമോ മന്ത്രിയുടെ വാക്കുകൾ കാണേണ്ടത്? രേണുക, സൂംബ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും എടുത്ത ശക്തമായിട്ടുള്ള നിലപാടുണ്ട്. വലിയ തരത്തിലുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് നിന്ന് വന്നെങ്കിലും ഒരുപക്ഷെ പ്രതിഷേധത്തിനൊപ്പം നിന്നവർ പോലും അത് മയപ്പെട്ട് എന്താണ് സർക്കാരിൻ്റെ തീരുമാനം അതിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന ഈ നിർദ്ദേശത്തെ അദ്ദേഹം പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയം ചർച്ച ചെയ്യുന്നു, ഇത് മുന്നോട്ട് വയ്ക്കുകയാണ്. ഇത് സൂംബ പോലെ തന്നെ ഇതൊന്നും സർക്കാർ അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യമല്ല. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർഗീയത അനുവദിക്കാൻ കഴിയുകയില്ല സ്കൂളുകളിൽ. പല എക്സാമ്പിൾ എടുത്ത് തന്നെ മന്ത്രി പറയുന്നുണ്ട്. പല രക്ഷിതാക്കളും ഇത് പരാതിയായി ഉന്നയിക്കുന്നു. തങ്ങൾക്ക് അനുസൃതമല്ലാത്ത അല്ലെങ്കിൽ വിശ്വസിക്കാത്ത മതത്തിൻ്റെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ കുട്ടികളെ നിർബന്ധിതരാക്കുന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നു. ഇതൊരു വർഗീയതയാണ്. ഈ അത്തരത്തിൽ അന്യമത പ്രാർത്ഥനകൾ കുട്ടികൾക്ക് സ്കൂളുകളിൽ പ്രാർത്ഥിക്കേണ്ടി വരുന്നത് വർഗീയതയാണ്. അത് അനുവദിക്കാൻ കഴിയുകയില്ല. അത്തരം ധാർഷ്ട്യങ്ങളും അനുവദിക്കാൻ കഴിയുകയില്ല. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇതിന് വിധേയരാകേണ്ടി വരുന്ന കുട്ടികൾ ഒരു 10ാം ക്ലാസ് ആകുമ്പോഴേക്കും ഏത് തരത്തിലുള്ള ഒരു ചിന്തയിലേക്കാണ് കടക്കുക. മതചിന്ത ഏതെങ്കിലും തരത്തിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയുകയില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നിടത്ത് ഇതൊരു ചർച്ച ചെയ്യേണ്ട സമയമാണ്. ഇത് കേരളം ചർച്ച ചെയ്യണം. വിദ്യാഭ്യാസ വകുപ്പ് ഇതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് എന്ന് പറയുമ്പോൾ നേരത്തെ രേണുക ചോദിച്ച പോലെ തന്നെ ഇതൊരു നിർദ്ദേശമായിട്ട് അല്ലെങ്കിൽ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുകയാണോ എന്ന ഒരു ചോദ്യം കൂടെ നമ്മൾ ചോദിച്ചു. അപ്പോൾ സർക്കാർ പറയുന്നത് ഈ സൂംബ വിഷയത്തിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് കൃത്യമായി ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളൊരു പരാതിയൊക്കെ പല ഭാഗത്തുനിന്ന് വന്നാണ്. ഒരുപക്ഷെ അതുകൂടി മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടാകണം ഇത് ചർച്ച ചെയ്യണം. ഇത് ചർച്ച ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കേരളം. അത് അങ്ങനെ ഒരു സ്പേസ് ഇട്ടുകൊടുക്കുകയാണ്. ഇത് ആദ്യമായിട്ട് പറയുന്നത് ന്യൂസ് 18 തന്നെയാണ്. ഇതൊരു ചർച്ച ചെയ്ത ശേഷം വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ
പലതവണ മന്ത്രി ആവർത്തിച്ചു പറയുന്നുണ്ട് ഈ ടെൻഡൻസി, അതായത് ഈ സ്കൂളുകളിൽ ഈ രീതിയിലുള്ള പ്രാർത്ഥനകൾ നടക്കുന്നു എന്നുള്ളത് അനുവദിക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ മന്ത്രി നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവനയ്ക്ക് ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരിക എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. കേരളത്തിൽ തന്നെ നമുക്കറിയുന്നത് പോലെ തന്നെ 50% മതസ്ഥാപനങ്ങളുടെ ഫണ്ടിങ് അല്ലെങ്കിൽ മത സ്ഥാപനങ്ങൾ നേരിട്ട് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള നാട് കൂടിയാണ് കേരളം. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനങ്ങളുടെ സ്കൂളുകളിലുള്ള പ്രാർത്ഥനകൾക്ക് ഏത് തരത്തിലുള്ള ഒരു വിലക്ക് വരും എന്നുള്ളൊരു സൂചനയാണ് മന്ത്രി കൊടുക്കുന്നത്. ഒരു വിലക്ക് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് പരിപൂർണമായിട്ട് നിരോധിക്കുക എന്നുള്ളതല്ല, പക്ഷേ ഇങ്ങനെ ഒരു സന്ദേശം ഈ ചെയ്യുന്നത് ശരിയല്ല അല്ലെങ്കിൽ ഈ സംസ്കാരം അനുവദിക്കാൻ കഴിയുകയില്ല എന്ന് കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ട്. അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് ഇതിനെക്കുറിച്ച് ആലോചിച്ചു വരികയാണ്. തീർച്ചയായും അപർണ, ഈ മതസംഘടനകൾ നടത്തുന്ന നിരവധി സ്കൂളുകളുണ്ട്, അവിടെ മതപ്രാർത്ഥനകൾ നടന്നു വരുന്ന സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ച് സ്പെസിഫിക്കായി മന്ത്രിയോട് ചോദിക്കുമ്പോൾ എന്താണ് മന്ത്രിക്ക് പറയാനുള്ളത്? വ്യാപകമായ എതിർപ്പ് ഉയർന്നു വരാൻ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു നിർദ്ദേശമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിട്ടുള്ളത്. ആ സാഹചര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ മന്ത്രിയുടെ മറുപടി എന്തായിരുന്നു? രണ്ട് വിഷയമാണ് രേണുക. ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട് ചില മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകളിൽ ഇത്തരം പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥനകൾ സംബന്ധിച്ച് അവിടെയുള്ള അന്യമതസ്ഥരായിട്ടുള്ള രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് തനിക്ക് തന്നെ നേരിട്ട് പരാതികൾ വന്നിട്ടുണ്ട്. ഈ വിഷയം താൻ എടുത്തു പറയുകയാണ്. അതായത് ഇത് പരാതികൾ ഒരു വശത്തു നിന്ന് വലിയ തരത്തിലുള്ള പരാതികളുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതിൽ നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ല, ഇതുമായി മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ല. അതല്ലാതെ ഒരു സാംസ്കാരിക ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനം ചർച്ച ചെയ്യട്ടെ എന്നല്ല മന്ത്രി പറയുന്നത്. പരാതി ഉയരുന്ന വിഷയമാണ്. അതുകൊണ്ട് പരാതിയിൽ വിദ്യാഭ്യാസ വകുപ്പിന് നടപടിയെടുക്കേണ്ടതായി വരും. ആ നടപടിയിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആ നീക്കത്തിന്റെ ഭാഗമായിട്ടോ ഈ കാര്യം മന്ത്രി വ്യക്തമാക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇതൊരു വെറും ചർച്ച മാത്രമല്ല, ഇതൊരു തീരുമാനത്തിലേക്ക് കൂടി കടക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ തന്നെ നമ്മൾ ഈ ചോദിച്ച പോലെ തന്നെ മാനേജ്മെന്റുകൾ ഏത് തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ്. അപ്പോൾ മന്ത്രി വ്യക്തമായി പറയുന്നത് ഇത് മതം ഇപ്പോൾ സൂംബ വിഷയത്തിൽ ഉയർന്നതുപോലെ തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയത്തിൽ ഉയർന്നതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് മതപരമായിട്ടുള്ള നിർബന്ധങ്ങളും ശാഠ്യങ്ങളും അനുവദിക്കുകയില്ല. അത്തരം കാര്യങ്ങളിൽ ഇനി ഒരു നിലപാടേ ഉള്ളൂ എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. ഒരുപക്ഷെ ജെൻഡർ ന്യൂട്രാലിറ്റി സംബന്ധിച്ചു പോലും ഉയർന്ന പ്രതിഷേധങ്ങൾ അപ്പുറത്തേക്ക് വളരെ കൃത്യമായിട്ടൊരു നിലപാട് സൂംബ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുത്തു, വിദ്യാഭ്യാസ മന്ത്രി എടുത്തു, മുഖ്യമന്ത്രി ആ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. അതേപോലെയുള്ള വളരെ കർക്കശമായിട്ടുള്ള കണിശമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടക്കും. അതിൻ്റെ സൂചനയാണ് അത് ഈ പറഞ്ഞ പോലെ വെറും ഒരു സാംസ്കാരിക ചർച്ചകൾ മാത്രമല്ല, ഇത് പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഈ പരാതികൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് മന്ത്രി ഇത് പറയുന്നത്. അതായത് പരാതികൾ കുട്ടികളുടെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഉയരുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് ഈ പരാതികളിൽ നടപടി എടുക്കേണ്ടതായി വരുന്നു. ഈ നടപടിക്ക് മുമ്പുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ വകുപ്പ് നിർബന്ധിതമാകുന്നു. ആ ഒരു താക്കീത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരികയാണ്. സ്വാഭാവികമായിട്ടും ഇത് വളരെ എളുപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഈ ചർച്ചകളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ശരി, എന്തായാലും വലിയൊരു ചർച്ചയ്ക്ക് വഴി തുറക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. മതപ്രാർത്ഥനകളല്ല, സർവ്വമത പ്രാർത്ഥനയാണ് സ്കൂളുകളിൽ വേണ്ടത് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഈ വിഷയത്തിൽ